സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതുപോലെ ഇന്ന് വ്യാഴാഴ്ച നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാരീരികവും മാനസികവുമായ തലത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വ്യാഴാഴ്ച ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലുള്ള ഒരു ടോപ്പിക്കാണ് ഓമന മാമിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ടോപ്പിക്ക് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ബ്രെയിൻ റോട്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ അതിപ്രസരമാണ് അല്ലേ. നല്ലതും ചീത്തയുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എത്ര കാണണ്ടെന്ന് വിചാരിച്ചാലും കാണേണ്ടി വരും. അപ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ചില ആഘാതങ്ങളെക്കുറിച്ചൊക്കെയാണ് തീർച്ചയായിട്ടും സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഓമന ടീച്ചറേയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എന്നെ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന എല്ലാവർക്കും ആദ്യം നമസ്കാരം പറയട്ടെ. കൂട്ടത്തില് സാബു സാറിനോട് ഒരു എന്താ പറയാ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. എനിക്കിപ്പോ ഇങ്ങനെ ഒരു ബ്രെയിൻ റോട്ടിന് പകരം അറിയത്തില്ല, ഇങ്ങനെ ഒരു സ്വഭാവം വന്നിരിക്കുകയാണ്, ഒരു അഡിക്ഷൻ. ഒരു ക്ലാസ് എന്തെങ്കിലും ഒരു പുതിയ വിഷയം കയ്യിൽ കിട്ടും, അപ്പൊ അതങ്ങ് പ്രിപ്പയർ ചെയ്താലേ വെള്ളം കുടിക്കാൻ, അടുത്ത് വെള്ളം ഇരുന്നിട്ട് കുടിക്കാതിരിക്കും, അങ്ങനെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞ ആളുകൾ കേൾക്കുമ്പോഴല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. പ്ലാറ്റ്ഫോമിൽ സാറിന് നന്ദി പറയുന്നു. അപ്പം ഞാനൊരു ഒന്ന് ചോദിക്കട്ടെ. ഇതിലേക്ക് പോയാൽ പിന്നെ ആൾക്കാരെ കാണിയില്ല. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഫോൺ നോക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന്, എന്തേലും സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ നോക്കാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ഇവിടെ ഇരിക്കുന്നതൊന്നും കുട്ടികളല്ല, സീനിയേഴ്സ് ആണ്. അതുകൊണ്ട് അങ്ങനെ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല. എന്നാലും കുട്ടികളെപ്പോലെ ഉത്തരം പറയാം, അത് എവിടെയാണ് നോക്കുന്നതെന്ന് അറിയത്തില്ല. അല്ല, നമ്മളെ കാര്യം തന്നെ പറയുവാണെങ്കിലോ, ആത്മാർത്ഥമായിട്ട് എന്നെ സംബന്ധിച്ച് ഇപ്പം കുറെ നിയന്ത്രണമുണ്ട്. അപ്പൊ നിയന്ത്രിച്ചാണ് നോക്കുന്നുണ്ടായിരുന്നു, വല്ലാതെ നിയന്ത്രിച്ചു. നോക്കാറുണ്ട്. പക്ഷെ വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ ഒഴിവാക്കല. അത് സമയം കൊല്ലിയാണ്, സമയം പോകുന്ന അറിയില്ല. അത് മെസ്സേജ് ഒക്കെ നോക്കും. അത് അങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് സാറിന് നിയന്ത്രിക്കാൻ തോന്നിയപ്പോ സാറിന് അതൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഇല്ല. നിയന്ത്രിക്കാൻ തോന്നിയത്. അതെ അതെ, എനിക്ക് അഡിക്റ്റഡ് മാതിരി ആയിരുന്നു ഞാൻ ആദ്യം. അതാ അത് സാറ് തന്നെ മനസ്സിലാക്കി സാറ് നിയന്ത്രിക്കുന്നു അല്ലേ? സ്വയം നിയന്ത്രിച്ചതാണ്. അപ്പൊ നമ്മളിത് വലിയ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, നമുക്ക് ജീവിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതൊന്നും നോക്കിക്കൊണ്ടിരുന്നാൽ എന്നാ കുഴപ്പം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ ശ്രദ്ധ, ഓർമ്മ, ചിന്ത എല്ലാം മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും, പതുക്കെ 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 എന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകുന്നത്. ശരിയല്ലേ? നമുക്ക് അങ്ങനെ തോന്നിയിട്ടാണല്ലോ സാർ അത് മാറ്റാൻ തീരുമാനിച്ചേ, കുറയ്ക്കാൻ തീരുമാനിച്ചേ. മാറ്റാനല്ല, കുറയ്ക്കാൻ അല്ലേ? അത് മാത്രമല്ല, കണ്ണിന് സ്ട്രെയിൻ വരും വല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് കുറെ. താങ്ക് യു സർ. പിന്നെ ഈ വീഡിയോസ് ഒക്കെ അധികം അർത്ഥശൂന്യമായ കാര്യങ്ങളാകും പലതും. പതിവ് പോലെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അപ്രിസിയേറ്റ് യുവർ പേരൻസ്. യു നെവർ നോ വാട്ട് സാക്രിഫൈസസ് ദേ വെന്റ് ത്രൂ ഫോർ യു. ഞാൻ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ട് ദൈവത്തിന് പറയുന്നില്ല, ഇത് മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് റിബൺ അവിടെ കിടപ്പുണ്ട്, അത് റിബൺ മാറ്റാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് എന്താണ് മനസ്സിലാകുന്നത്? ഒരു വലിയ ചരിത്രമാണ്. ഇത് മതപരമായിട്ടല്ല, ഞാനൊരു ഉപമയായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ മാം? അമർജ്യോതി മാം പോയോ?
ഇതെന്തായിട്ട് എന്താണ് സർ? കടൽ കടഞ്ഞ് അമൃതം എടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതെ, പാലാഴി അമൃതം മന്ദനം. നേടാൻ അതെ. പാലാഴി മദനം. പാലായി സർ, താങ്ക് യു മാം. പഴയ കഥകളിൽ അമൃതം നേടാൻ സമുദ്രം, പാലാഴി സമുദ്രമാണല്ലോ അല്ലെ? ഇന്ന് നമ്മൾ മതിക്കുന്നത് വിവരങ്ങളുടെ സമുദ്രമാണ്. അറിവ് അമൃതമാണ്. അപ്പൊ ഈ ബ്രെയിൻ റോട്ടാണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ്. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഈ അമൃതം കിട്ടുന്നതിന് മുമ്പേ നമുക്കൊരു സാധനം കിട്ടിയായിരുന്നു. അതെന്തായിരുന്നു? കാളകൂടം. കാളകൂടം. കാളകൂടത്തിന് ഹലാഹലം എന്ന് പറയും, രണ്ടു പേരുണ്ട്, ഹലാഹലം അല്ലെങ്കിൽ കാളകൂടം. അപ്പൊ അത് വിഷമാണല്ലോ അല്ലെ? ഈ അമൃതം കിട്ടുന്നതിന് മുമ്പേ കിട്ടിയ ഹലാഹല ആണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ അറിവിന് മുമ്പ് ഇന്ന് നമ്മൾ ഓവർലോഡ് ആകുന്നുണ്ട്, നമുക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ വിവരങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് നമ്മൾ ഈ ഹലാഹലം കടഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ അതിവേഗത്തിൽ വിവരങ്ങൾ കടയുകയാണ് അല്ലേ? ഇൻഫർമേഷൻസ് എന്ത് വേണമെങ്കിലും അതിലേക്ക് നോക്കിയാൽ കിട്ടും. ഈ ബ്രെയിൻ റോട്ട് ടുഡേ വി ആർ ചേർണിങ് ആൻ ഓഷ്യൻ ഓഫ് ഇൻഫർമേഷൻ. ഈ ബ്രെയിൻ റോട്ട് ഒരു തമാശ പേരായിട്ട് തോന്നുമെങ്കിലും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു, സാറിന് സംശയം തോന്നി, കണ്ണിന് ക്ഷീണം തോന്നി, അതുകൊണ്ട് സാറ് ശ്രദ്ധിച്ചു, സാർ കുറച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, ചെയ്യാൻ പറ്റണം. പക്ഷെ അമിതമായ ഡിജിറ്റൽ ഉപയോഗം നമ്മുടെ മസ്തിഷ്കത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാറ് കണ്ണിന് വേദന എന്നാണ് പറഞ്ഞത്, മസ്തിഷ്കത്തിന് എന്താണ് മാറ്റം വരുത്തുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എപ്പോഴും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മുടെ ശീലം ശ്രദ്ധാശക്തിയെയും ഓർമ്മശക്തിയെയും മാനസിക ആരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, മുതിർന്നവരായ നമ്മളെയും ഇത് ഒരുപോലെ ബാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പാലാഴി കടയുമ്പോൾ കിട്ടിയ അമൃതാണ് അറിവ്, ഓവർലോഡ് ഹലാഹലമാണ് അല്ലെങ്കിൽ കാളകൂടം. ഈ കാളകൂടം വരുന്ന സമയത്ത് ആ കാളകൂടത്തിൽ നിന്ന് വലിയൊരു പുക വന്നായിരുന്നു. ആ പുക വിഷപ്പുകയാണ്. ആ പുക പടരുന്നതിന് മുമ്പേ ആണ് അതിന് ശിവൻ കുടിച്ചത്. അത് ശിവന്റെ ശരീരത്തിൽ മുഴുവൻ ആകാതിരിക്കാനാണ് പാർവതി കഴുത്തിന് പിടിച്ചത്. അല്ലെങ്കിൽ ഫുൾ ആയാലും മുഴുവൻ നീലനിറമായി പോകും, കഴുത്തിന് മാത്രം നീലകണ്ഠൻ എന്നുള്ള പേര് വന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ അത്രയും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രെയിൻ റോട്ട്. ഹൗ കോൺസ്റ്റന്റ് ഡിജിറ്റൽ കൺസംഷൻ റീവയേഴ്സ് ദ മൈൻഡ്. നമ്മുടെ മസ്തിഷ്കം മങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ബ്രെയിൻ റോട്ട്. ഇത് ഒരു രോഗത്തിന്റെ പേരല്ല, ഒരു സാമൂഹിക മാനസിക മുന്നറിയിപ്പാണ്. ഈ ഫോൺ എടുക്കണ്ടെന്ന് വിചാരിക്കുമ്പം ഒന്ന് അഡ്മിറ്റ് ചെയ്യോ? നമുക്ക് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബോറടിക്ക് തോന്നാറുണ്ടോ? ഫോൺ അങ്ങ് എടുക്കണ്ടെന്ന് വെച്ചങ്ങ് മാറ്റി വെച്ചാൽ ബോറടി തോന്നാറുണ്ടോ റോയ് സാറ്? ഇല്ല മാഡം, ഇല്ല. ഇല്ല. അപ്പൊ സാറ് ഇന്ന് ബ്രെയിൻ റോട്ട് ഒട്ടുമില്ല. ഇല്ല. എപ്പോഴാണ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ബോറടി തോന്നിയ കാലഘട്ടം ഉണ്ടായിരുന്നോ ഇതിനു മുമ്പ് സർ? ഫോണേ ബെല്ലടിക്കുമ്പോ എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുമായിരിക്കും ചിലപ്പം. അങ്ങനെയല്ല, നമ്മളങ്ങ് ബെല്ലടി ആ കാര്യം ഒഴിവാക്കിയിട്ട് ബെല്ലടിച്ചില്ല എന്ന് വിചാരിച്ചോ, ഫോണങ്ങ് മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. വൈ ദിസ് ടോപ്പിക് മാറ്റേഴ്സ് എന്താ പറയുന്നുണ്ടായിരുന്നു?
ഇല്ല, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ സർ, താങ്ക് യു സർ. വൈ ദിസ് ടോപ്പിക് മാറ്റേഴ്സ്? ഗ്രോയിങ് അറ്റൻഷൻ പ്രോബ്ലം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിജിറ്റൽ ഓവർ സ്റ്റിമുലേഷൻ. Constant scrolling reduces our ability to focus on one thing for a long time. ദീർഘനേരം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു വരും. ഒരു കാര്യം ചെയ്തു, അതാണ് ഇട്ടിട്ട് വേറൊരു കാര്യം ചെയ്തു, പിന്നൊന്ന് ഫോൺ എടുത്തു, അല്ല അന്നേരം നമുക്ക് തോന്നും വേറെ എന്തൊക്കെയോ കുറെ ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വന്ന് ഫോൺ എടുക്കും. അങ്ങനെ ഒരു ഡിസ്റ്റേബ്ഡ് അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക. ഇമ്പാക്ട് അക്രോസ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും പ്രശ്നമില്ല, കുട്ടികൾക്ക് മാത്രമല്ല, ടീനേജേഴ്സിന് മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇത് ബാധകമാണ്. ഡിജിറ്റൽ ഓവർ സ്റ്റിമുലേഷൻ, അമിതമായ ഡിജിറ്റൽ ഉത്തേജനം. നമുക്ക് അത് എടുത്ത് നോക്കണം എന്നുള്ള ആ ഒരു ഉത്തേജനം. അവർ ബ്രെയിൻസ് ആർ ബീയിങ് ഫ്ലഡഡ് വിത്ത് ടു മച്ച് ഇൻഫർമേഷൻ ആൻഡ് ഡോപ്പമിൻ, ലീഡിങ് ടു മെന്റൽ എക്സോഷൻ ആൻഡ് ഫോഗ്. ഒരുപാട് വിവരങ്ങളും കാഴ്ചകളും ആകുമ്പോൾ നമ്മുടെ തലച്ചോറിനെ തളർത്തുകയും ചിന്താശേഷിയെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ആ ചിത്രത്തിൽ നോക്കിയാട്ടെ, ആ ചിത്രത്തിൽ അവർക്ക് എന്താ പറ്റിയേ? അവർക്ക് ഈ മെമ്മറി ഇഷ്യൂസ്, മാനസിക തളർച്ചയൊക്കെയാണ് അവർക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുക. ബ്രെയിൻ റോട്ട്, വേർഡ് ഓഫ് ദ ഇയർ 2024. Selected by Oxford University Press, reflects concerns about digital overconsumption. Highlights cognitive and cultural impact. This word was chosen because it captures a global anxiety about how constant scrolling is affecting our thinking. ഈ ഒരു വാക്ക് വളരെ പ്രാധാന്യം കിട്ടിയത് 2023-24 കാലഘട്ടത്തിലാണ്. ഒരു വാക്ക് തന്നെ ലോകത്തിന്റെ മാനസികാവസ്ഥയെ പ്രതിനിധീകരിക്കുക. അപ്പൊ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ ആ വാക്കിന്. ഇതൊരു ട്രെൻഡായ വാക്കല്ല, ഒരു മുന്നറിയിപ്പാണ്. തുടർച്ചയായ ഡിജിറ്റൽ ഉത്തേജനങ്ങൾ മൂലം ചിന്തയുടെ ആഴം കുറയുന്ന അവസ്ഥ എന്നർത്ഥത്തിൽ അർത്ഥമുള്ള ചിന്തകൾക്ക് പകരം ഉപരിതല ഉത്തേജനങ്ങൾ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്ന അവസ്ഥ. നമുക്ക് അർത്ഥമുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ റീൽസിൽ കാണുന്നതൊക്കെ ഒത്തിരി അർത്ഥമുള്ള കാര്യങ്ങളാണോ? അല്ല. ആണോ? നമുക്കൊരു അറിവ് കിട്ടുന്ന അർത്ഥമുള്ള കാര്യങ്ങളാണോ നമ്മൾ റീൽസിലൊക്കെ കാണുന്നത്? അല്ലല്ലോ. കോളേജിലെ കുട്ടികളോട് ക്ലാസ് എടുക്കാൻ ചെന്നാൽ ചോദിച്ചാല് അവരെത്ര മണിക്കാ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ പറയും 2 മണിക്കൊക്കെ ഉറങ്ങുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് അയ്യോ പാവങ്ങൾ ഇന്ന് പഠിക്കുവാന്ന് വിചാരിക്കും. അല്ല, അവര് സ്ക്രോള് ചെയ്യുകയാണ്, റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റീല് കണ്ടു കഴിയുമ്പോൾ അടുത്തത് വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റീൽസ് കണ്ടു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അത് കേട്ടപ്പോഴാണ് ഞാൻ ഈ റീൽസ് ഒന്ന് വന്ന് നോക്കിയത്. അത് നമുക്കങ്ങനെ അതിട്ടിട്ട് പോകാൻ തോന്നില്ല. ഇങ്ങനെ അടുത്തത് വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ തലച്ചോറ് ഒരു ഒഴുകുന്ന അവസ്ഥയല്ല, തലച്ചോറ് തെറ്റായ രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുന്നതാണ് തലച്ചോറ്. ഇത് ശരീരത്തിലെ രോഗമോ പുഴുക്കലോ അല്ല, ഭാഷയിൽ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഉപമയാണ് ബ്രെയിൻ റോട്ട്. നമ്മുടെ ചിന്തയുടെ അവസ്ഥയെ സൂചിപ്പിക്കാനുള്ള ഒരു വാക്ക് മാത്രമാണ്. The phrase brain rot was first used in 1854. ഇത് 24 ഉണ്ടായ വാക്കാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇത് 1854 ഹെൻറി ഡേവിഡ് തോറോ എന്ന എഴുത്തുകാരൻ വാൾഡൻ ടു ക്രിപ്റ്റിക് എന്ന പുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
1854 പഴയ വാക്ക് തന്നെയാണ്. ഞാനും സംശയിച്ചിരുന്നു ഈ ഡിജിറ്റൽ യുഗത്തിലുണ്ടായ വാക്കാണോ എന്ന് സംശയം എനിക്കും തോന്നിയിരുന്നു. എവിടെയോ അങ്ങനെ ആരോ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ വാക്ക് നേരത്തെ ഉള്ള വാക്കാണ്. പക്ഷെ അന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് സൊസൈറ്റി ഡെപ്തിലേക്ക് ചിന്തിക്കുന്നില്ല, ഒരു ഉപരിതലത്തിൽ ചിന്തിക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. സൊസൈറ്റിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ആഴത്തിൽ ചിന്തിച്ച് ഗഹനമായി ആളുകളൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പോപ്പുലാരിറ്റി വന്നത് 24-ലാണ്. 23, 24 കാലഘട്ടത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓരോ ഇയറിൽ ഓരോ വാക്ക് തിരഞ്ഞെടുക്കും. അപ്പൊ 2024 ഏറ്റവും കൂടുതൽ 37,000 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അതിൽ തെരഞ്ഞെടുത്ത വാക്കാണ് 2024 വാക്ക്. അതിന് തെരഞ്ഞെടുത്ത വാക്കാണ് ഈ ബ്രെയിൻ റോട്ട്. അത് ആ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ 23, 24 കാലഘട്ടത്തിലാണ് ഇത് വളരെ പോപ്പുലർ ആയത് ഈ വാക്ക്. സോ ദ പ്രോബ്ലം ഈസ് നോട്ട് ടെക്നോളജി, ഇറ്റ് ഈസ് വാട്ട് വി ഫീഡ് ദ മൈൻഡ്. ടെക്നോളജിക്കല്ല പ്രശ്നം, നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രശ്നം. വാട്ട് ഈസ് ബ്രെയിൻ റോട്ട്? നോട്ട് എ മെഡിക്കൽ ഡയഗ്നോസിസ്. ഇതൊരു മെഡിക്കൽ ഡയഗ്നോസിസ് അല്ല. കോഗ്നിറ്റീവ് ഫാറ്റീവ് പാറ്റേൺ, നമ്മുടെ ചിന്തയുടെ ആഴം കുറയുന്ന അവസ്ഥയാണ്. ലോസ് ഓഫ് ഡെപ്ത് ആൻഡ് ഫോക്കസ്, തലച്ചോറ് അലസമാകുന്നതാണ്. ബ്രെയിൻ ബിഫോർ ഡിജിറ്റൽ ഓവർലോഡ്. ലോങ് അറ്റൻഷൻ സ്പാൻ. നമുക്ക് പണ്ട് ഒരു പുസ്തകമൊക്കെ ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ നമ്മൾ വായിക്കുമായിരുന്നു, ഇല്ലേ മാം? നമുക്കൊരു വലിയ നോവലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് മുഴുവൻ നമ്മൾ വായിച്ച് തീർക്കാതെ നിൽക്കില്ല. ശരിയാണോ? ശരിയാണ്. ഇപ്പൊ അങ്ങനെ പറ്റുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ചിലപ്പോ ഒന്ന് മാറ്റി വെച്ചേച്ച് മടക്കി വെച്ചേച്ച് കുറെ കഴിഞ്ഞ് വായിക്കാന്ന്. റീഡിങ് Long ലോങ് story. ടെക്സ്റ്റ് നമുക്ക് പറ്റുന്നില്ല. ലോങ് അറ്റൻഷൻ സ്പാൻ ഇല്ല. ഇല്ല. ഇമാജിനേഷൻ ത്രൂ ബോർഡം. നമുക്ക് ബോറടിക്കുമ്പോഴാണ് നമുക്ക് ഇമാജിനേഷൻ ഉണ്ടാവുക. ശരിയാണോ? നമുക്കിപ്പോ ബോറടിക്കുന്നില്ല, കാരണം നമ്മൾ വേഗം ഫോൺ എടുത്ത് പിന്നെ ഇതെടുത്താൽ പിന്നെ നമുക്ക് ബോറടിക്കില്ല. നമുക്ക് പേഷ്യന്റ്ലി ലിസൺ ചെയ്യാൻ പറ്റുമായിരുന്നു പണ്ട്. ഇപ്പൊ നമ്മൾ അത്ര പേഷ്യന്റ് ആയിട്ട് ലിസൺ ചെയ്യുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഫോൺ അടിക്കും, ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് എല്ലാ കാര്യങ്ങളും റിമൈൻഡേഴ്സ് ഇല്ലാതെ ഓർക്കാൻ പറ്റുമായിരുന്നു പണ്ട്. ശരിയാണോ? ഇപ്പൊ നമുക്ക് എല്ലാത്തിനും അലാറം വെക്കണം, റിമൈൻഡർ വേണം. ഒരു കുട്ടി ബസ് കാത്ത് നിൽക്കുകയാണ്, റോയ് സാറേ, മാം. ഒരു കുട്ടി, നിങ്ങളെ രണ്ടുപേരെ എനിക്ക് കാണത്തുള്ളൂ. ഒരു കുട്ടി ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുമ്പോ പിന്നെ കുട്ടി വെറുതെ അങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുമ്പോൾ കുറെ ആളുകൾ അതിലെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ കുട്ടി എന്താ ചെയ്യാ? ആളുകളെല്ലാം നോക്കി ഓരോന്നിങ്ങനെ ആലോചിക്കും, ഇല്ലേ? നമ്മള് പണ്ട് അങ്ങനെ ബസ് കാത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന ആളുകളെ അതും ഇതും എല്ലാം നോക്കി നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കും. അപ്പം അങ്ങനെയാണ് കഥകൾ ഉണ്ടാവുന്നത്. അപ്പൊ ബോറാകുന്ന സമയങ്ങളിലാണ് സൃഷ്ടിപരത വളരുന്നത്. ഇപ്പൊ ആളുകൾ എങ്ങനെയാണ്? ഇതാ ഈ ചിത്രത്തിൽ നോക്ക്. ഇപ്പൊ ആളുകൾ എന്താ ചെയ്യാ? ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിലോ ഇരിക്കുവാണെങ്കിലോ അപ്പൊ മൊബൈൽ എടുക്കും. ഇതാണ് അവസ്ഥ. ബ്രെയിൻ ആഫ്റ്റർ എൻഡ്ലെസ് സ്ക്രോളിംഗ്. ഈ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം അത് എൻഡ്ലെസ് ആകുമ്പോൾ ഡോപ്പമിൻ ഓവർലോഡ് ആവും. ഇൻസ്റ്റന്റ് റിവാർഡ് എക്സ്പെക്ടേഷൻ. നമ്മൾ അതിൽ അഡിക്റ്റ് ആയിപ്പോകും. ഡോപ്പമിൻ ഓവർലോഡ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അഡിക്റ്റ് ആയിപ്പോകും. റെഡ്യൂസ്ഡ് പേഷ്യൻസ്, ഫോക്കസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ഇൻസ്റ്റന്റ് പ്ലഷറാണ് വേണ്ടത്. ഇന്നർ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നുണ്ട്. ഈ ഇൻസ്റ്റന്റ് പ്ലഷറിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നുണ്ട്. വാട്ട് ഈസ് സ്കിബിഡി? ഈ സ്കിബിഡി എന്നുള്ളത് ഞാനൊരു ഉദാഹരണത്തിന് ഈ ഒരു വാക്ക് കൊടുത്തതാണ്.
ഇപ്പം പുതിയ കുറെ ജെൻസെഡിന്റെ ഒരു കുറെ സ്ക്രോളിംഗ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പുതിയ പുതിയ വാക്കുകളാണ് അതിൽ പറയുക. സ്പീഡിൽ കുറെ വാക്കുകൾ പറയും. ആ വാക്കുകൾക്കൊന്നും ഒരു അർത്ഥമില്ല. വെറും നോൺസെൻസ് വേർഡ്സ് ആണ് അതൊക്കെ. ഇന്റർനെറ്റ് സ്ലാങ്, മെമെ, പോപ്പുലർ ത്രോ ഷോർട്ട് ഫോം വീഡിയോസ്, ടിക്ടോക്ക്, യൂട്യൂബ് ഷോർട്സ്, ഇതിൽ നിന്നൊക്കെയാണ് ഈ വാക്കുകൾ കുട്ടികൾക്ക് കിട്ടുന്നത്. സ്ട്രോങ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ടീംസ്, അവർക്ക് ഇങ്ങനത്തെ കുറെ വാക്കുകൾ അറിയാം. ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. ഈ ഒരു വാക്ക്, മീനിങ്ലെസ് വേർഡ്, ഹൈ റീകോൾ വാല്യൂ. ഇതൊരു തീരെ അർത്ഥമില്ലാത്ത വാക്കുകളാണ്. വേഗത്തിൽ പടരുമ്പോൾ അർത്ഥമുള്ള ചിന്ത മന്ദമാകുന്നു. ഇത് പെട്ടെന്ന് ഈ വാക്കുകൾ അവരോട് ചോദിക്കുകയാണ്, നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയത്തില്ല. അതേസമയം അങ്ങനത്തെ എത്ര വാക്ക് വേണമെങ്കിലും അവർ പറയും. അപ്പം നമ്മൾ അർത്ഥമില്ലാത്ത വേഗത്തിൽ പടരുന്ന ഈ വാക്കുകൾ അർത്ഥമുള്ള ചിന്തകളെ മന്ദഗതിയിലാക്കുന്നുണ്ട്. തലച്ചോറ് പരിശീലിപ്പിക്കപ്പെടുന്നത് ആഴത്തിലേക്കല്ല, പിന്നെയോ വേഗത്തിലേക്കാണ്. ഞാൻ അങ്ങനത്തെ ഒരു എണ്ണം എടുത്ത് നോക്കിയായിരുന്നു. ഈ ഡിജിറ്റലായിട്ടുള്ള അങ്ങനത്തെ മെമ്മെ വാക്കുകൾ മാത്രം പറയുന്ന റീൽസ് ഉണ്ട്. അതാണെന്ന് തോന്നി കുട്ടികൾ ഇങ്ങനെ കാണുന്നത്. സ്പീഡിൽ ഓരോന്ന് വന്നു പോകും. അത് ഭയങ്കര പ്രശ്നമാണ് കുട്ടികൾക്ക്. ഈ വാക്കിന്റെ വേഗമാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. വാക്കിന്റെ വേഗത. ചിന്തിക്കാൻ വേണ്ട ഭാഗങ്ങളെ അല്ല തലച്ചോറിൽ സജീവമാക്കുന്നത്, പിന്നെയോ ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ചെടുക്കുകയാണ് അവർ. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന ഭാഗം അങ്ങ് ഡള്ളായി പോവുകയാണ്, മന്ദഗതിയിലായി പോവുകയാണ്. അർത്ഥമില്ലാത്ത വാക്കുകൾ ആവർത്തനത്തിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കും. അർത്ഥമില്ലാത്തത് ഇങ്ങനെ എളുപ്പത്തിൽ മനസ്സിൽ പതിയുമ്പോൾ അർത്ഥമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയമില്ല. അർത്ഥമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ സമയമില്ല. റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് വാക്ക് പറഞ്ഞാൽ അവരത് റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. അത് ഏത് വാക്കാ, എന്ത് വാക്കാ, അതിന്റെ അർത്ഥം എന്താ, അതൊന്നും അവർ ആലോചിക്കുന്നില്ല. ഒരു കാച്ചി ആയിട്ടുള്ള വാക്കുകളാണ്, റിപ്പീറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് ഡോപ്പമിൻ കൂടുന്നുണ്ട്. അപ്പൊ ബ്രെയിനിൽ ഫാസ്റ്റ് കണ്ടന്റ്, അവർക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് കൂടുതൽ വേണം തോന്നും. ഫൺ കണ്ടന്റുകളാണ് ഇതൊക്കെ. ഡോപ്പമിൻ വീണ്ടും വീണ്ടും കാണും. ബ്രെയിൻ റോട്ട് അലസതയല്ല, ഡോപ്പമിൻ ഒരു വർദ്ധിച്ച് അതിലൊരു അഡിക്ഷൻ ആകുന്നതാണ്, അലസതയാകുന്നതല്ല. കത്തി കൊണ്ടൊന്ന് പൊളിച്ചേരട്ടോ. ഡോപ്പമിൻ ട്രാപ്പ്. ഇത് ലൈക്സ് ആൻഡ് റീൽസ് ട്രിഗർ റിവാർഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ റീൽസ് ഇങ്ങനെ കാണാനുള്ള ഒരു ആസക്തി കൂടി വരും. ബ്രെയിൻ സ്റ്റാർട്ട്സ് ക്രേവിംഗ് നോവൽറ്റി, പുതിയത് കാണാൻ. നോർമൽ ലൈഫ് ഫീൽസ് ബോറിംഗ്, സാധാരണ ജീവിതം അവർക്ക് ഒരു ബോറിംഗ് ആണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര അഡിക്ഷൻ ടു സ്റ്റിമുലേഷൻ. അപ്പം നമുക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. മധുരം നല്ല ഇഷ്ടമാണ്. നമ്മൾ മധുരം മാത്രം കഴിച്ചാൽ എന്താ സ്ഥിതി? ഓവറായിട്ട് മധുരം ഇഷ്ടമായതുകൊണ്ട് മധുരം ഓവറായിട്ട് കഴിച്ചാൽ എന്താ സ്ഥിതി? പെട്ടെന്ന് വെറുത്തു. ചോറിന് ടേസ്റ്റ് ഉണ്ടാവുമോ സാറേ? വലിയ മടുപ്പാവും. നമുക്ക് മടുപ്പാകും. പക്ഷെ നമുക്ക് എന്തായാലും ചോറുണ്ണാൻ പോലും പറ്റാണ്ടാവും, പറ്റാതാവും. നമുക്ക് ചോറ് വേണ്ടാന്നാവും. അതാണ് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ഡോപ്പമിൻ കൂടുക എന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ് ശരിക്കും. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കണേ. ഷ്രിങ്കിങ് അറ്റൻഷൻ സ്പാൻ. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൊളാപ്സ് ആകുകയാണ്. ഒരു ബുക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പൂവർ ലിസണിങ്, റെസ്റ്റ്ലെസ്നെസ്, നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. സൈലന്റ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റില്ല.
ബ്രെയിൻ റോട്ട് ഇൻ ഡെയിലി ലൈഫ്, മെന്റൽ ഫാറ്റീഗ്, നമുക്കൊരു പേര് പോലും ഓർമ്മയുണ്ടാവില്ല, ഫോർഗെറ്റ്ഫുൾനെസ്, ഫാൾസ് മൾട്ടി ടാസ്കിങ്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, ആരെയും കാണത്തില്ല. ജോർജ് സാർ ഒന്ന് വീഡിയോയിൽ വരുമോ? കുഞ്ഞോയ് മാസ്റ്റർ ജോർജ് സാറിനെ എവിടെ പേര് കാണുന്നത്? വീഡിയോയിൽ ആരെയും കാണുന്നില്ല. ഒരു ടീച്ചർ വാട്സാപ്പിലെ ന്യൂസ് നോക്കി കേട്ടോണ്ട്, അല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ നോക്കിക്കൊണ്ട് കുട്ടികളുടെ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യാണ്. എന്താ സാറേ സംഭവിക്കുക? മാർക്ക് ജോർജ് സാറേ, പ്രോപ്പർ ആവില്ല. തെറ്റിയിട്ട് മാർക്ക് ആവില്ല. കൊടുക്കും. ഏകദേശം നന്നായി എഴുതിയതിന് മാർക്ക് കൊടുക്കില്ല. ചിലപ്പോൾ രണ്ടും അല്ല, വാട്സാപ്പ് നോക്കലും നടക്കൂല, പേപ്പർ നോക്കലും നടക്കൂല, രണ്ടും നടക്കില്ല. രണ്ടും പ്രോപ്പർ ആവില്ല. ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അതാണ് ഇപ്പൊ അതെ സംഭവിക്കുന്നത്. ഇമ്പാക്ട് ഓൺ ചിൽഡ്രനും കുട്ടികളിലും അഡോളസെൻസിലും റെഡ്യൂസ്ഡ് ഇമാജിനേഷൻ, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ, ലേണിംഗ് ചലഞ്ചസ്. നമ്മൾ കുട്ടികൾ ബഹളം വെക്കുമ്പോൾ എന്താ സാധാരണ ചെയ്യാറ് ജോർജ് സാറേ? അങ്ങനെ കുട്ടികളെ ബഹളം ഒഴിവാകാൻ വേണ്ടി എന്തെങ്കിലും സൂത്രവിദ്യ ചെയ്യും. മൊബൈൽ നോക്കാൻ പറ്റിയ പിള്ളേർക്ക് മൊബൈൽ കൊടുക്കും. അതാണ് നമ്മളിപ്പോ അമ്മമാരെ ചെയ്യുന്നത്. രക്ഷപ്പെടുന്ന അങ്ങനെ, കുട്ടികളെ രക്ഷപ്പെടുന്ന അങ്ങനെ. മൊബൈല് കുട്ടിയെ ശാന്തനാക്കും. ശരിയല്ലേ? അതെ അതെ. മൊബൈല് ശരിക്കും അടുക്കളയിൽ ശരിക്കും ജോലി ചെയ്യാം, ശല്യം ചെയ്യില്ല. ശല്യമില്ല. മൊബൈല് കുട്ടിയെ ശാന്തനാക്കും, ശക്തനാക്കില്ല. ശരിയല്ലേ? ആ. ശക്തനാക്കൂല. അപ്പം ആ കുട്ടിക്ക് ലേണിംഗ് ഡിസേബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഇമോഷണൽ റെഗുലേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. പെട്ടെന്ന് ഈ ടാൻഡ്രം ഒക്കെ കാട്ടി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനത്തെ പിള്ളേര്. അഡൽട്സ് ആർ നോട്ട് ഇമ്മ്യൂൺ. അപ്പൊ നമ്മൾ വിചാരിക്കും അഡൽട്സ് പ്രശ്നമില്ല, അഡൽട്സിന് കുഴപ്പമില്ല. പക്ഷെ അഡൽട്സും ഇപ്പം ഉറങ്ങുന്നതിന് മുമ്പേ റീല് കാണുക. ശരിയല്ലേ? റീല് കണ്ട് കണ്ട് കയ്യിൽ നിന്ന് ഫോണ് താഴെ വീണിട്ട് എങ്ങനെ ഉറങ്ങി കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുവാണോ അതോ അത് നമ്മളെ കൺസ്യൂം ചെയ്യുവാണോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സാർ? നമ്മൾ ഇൻഫർമേഷനെയാണോ കൺസ്യൂം ചെയ്യുന്നത് അതോ അവര് നമ്മളെയാണോ കൺസ്യൂം ചെയ്യുന്നത്? നമ്മളെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇൻഫർമേഷൻ നമ്മളെയാണ് ഇപ്പോ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സർ. നമ്മളെ സ്ലേവ് ആക്കി കളഞ്ഞു. യെസ്. പക്ഷെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ ക്യാൻ റീവയർ, ഹാബിറ്റ്സ് ഷേപ്പ് ന്യൂറോൺസ്, ഹീലിംഗ് ഈസ് പോസിബിൾ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. മസ്തിഷ്കം മാറ്റം സ്വീകരിക്കുന്നതാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ. മസ്തിഷ്കം മാറ്റം സ്വീകരിക്കുന്നു എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ. പക്ഷെ നമ്മൾ മെനക്കെടണം. വാർണിംഗ് സൈൻസ്, കോൺസ്റ്റന്റ് ഡിസ്ട്രാക്ഷൻ. നമുക്ക് എങ്ങനെയാണ് ബ്രെയിൻ റോട്ട് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്? കോൺസ്റ്റന്റ് ഡിസ്ട്രാക്ഷൻ, ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്, മെന്റൽ എക്സോഷൻ. നമുക്ക് വല്ലാത്ത റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും, മെമ്മറി പൂവറാവും. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, പക്ഷേ നമുക്ക് അവെയർ ആകാനുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അവെയർ ആകണം. ആയാലല്ലേ നമുക്ക് റീവയർ ചെയ്യാനൊക്കെ ശ്രമിക്കാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ ലൈഫ് വേഴ്സസ് ഡീപ്പ് ലൈഫ്. ഫാസ്റ്റാണ് ഇപ്പോഴത്തെ ജീവിതം, അപ്പം മീനിങ് ഫുൾ അല്ല. ശരിയാണോ മാം? ശരിയല്ലേ? റിയാക്റ്റീവ് ആണ്, റിഫ്ലക്റ്റീവ് അല്ല. നമ്മളിപ്പോഴത്തെ പിള്ളേരോട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആലോചിച്ചു. ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന വഴിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ മതിലും കഴിഞ്ഞിട്ടാണ് റോഡിലേക്ക് ഇറങ്ങേണ്ടത്. ആ മതിലിന്റെ അവിടെയൊക്കെ രണ്ട് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ കാണുമ്പോൾ അവർ മാറും, അവർ ഒഴിവാകും. അവിടുന്ന് ഒഴിവാകുന്നില്ലെങ്കിൽ എന്നാ പിള്ളേരെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ എവിടെ പഠിക്കുന്ന പിള്ളേരാന്നൊക്കെ ചോദിക്കുമായിരുന്നു നമ്മളൊക്കെ.
പക്ഷെ ആ പിള്ളേര് കൃത്യമായി നല്ല ഭവ്യതയിലൊക്കെ മറുപടി പറയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല ഇല്ല. ഇപ്പൊ ചോദിച്ചാൽ തർക്കുത്തരം പറയും. ശരിയല്ലേ? ശരിയാണ്. അത് റിയാക്റ്റീവ് ആണ് കുട്ടികൾ. അവർ റിഫ്ലക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, റിയാക്ട് ചെയ്യാനേ അവർക്ക് അറിയത്തുള്ളൂ. അത് ഇതിന്റെ ബ്രെയിൻ റോട്ടിന്റെയും കൂടെ ലക്ഷണമാണ്. നോയ്സ് വേഴ്സസ് സൈലൻസ്. നോയ്സ് ആണ് അവർക്ക്, സൈലൻസ് ഇല്ല. ആഴമുള്ള ജീവിതം എപ്പോഴും മന്ദഗതിയിലായിരിക്കും. ശരിയല്ലേ? യെസ് യെസ്. നമുക്ക് സിമ്പിൾ ഡെയിലി റെമഡീസ് നോക്കാം. നമുക്ക് കുറച്ച് സ്ക്രീൻ ഫ്രീ ടൈം വേണം. നമ്മൾ വായിക്കണം. വാക്കിംഗ് വിത്തൗട്ട് ഫോൺ. നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാതിരിക്കുക. എനിക്കൊരു പ്രായമുള്ള ഒരാളെ അറിയാം, നമ്മുടെ അടുത്തുള്ളതാണ്. അയാൾ ദിവസവും നടക്കാൻ പോകുമ്പോൾ അയാൾ ഫോൺ കയ്യിൽ വെക്കില്ല. നമ്മളൊക്കെ നടക്കാൻ പോകുമ്പോൾ ഫോണും കൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് പോകുക. അന്നേരമാണ് ആരെങ്കിലുമൊക്കെ വിളിക്കാനും പറയാനും സമയം ഉണ്ടാവുക പണ്ടൊക്കെ. അയാളുടെ മെമ്മറി ഷാർപ്പാണ്. വളരെ ശാന്തനായ മനുഷ്യനാണ് അദ്ദേഹം. അപ്പം നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ ഈസിയാണ്. ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കണേ. ട്രെയിനിങ് അറ്റൻഷൻ, സിംഗിൾ ടാസ്കിങ്. ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്യാം. മൈൻഡ്ഫുൾ ലിസണിങ്. എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ ആരോടെങ്കിലും നമ്മൾ വർത്താനം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടല്ലേ കേൾക്കുക, അല്ലേ? അപ്പൊ നമുക്ക് ദേഷ്യം വരും. നമ്മൾ പറയും ഒന്നിക്കൽ നിങ്ങൾ ഫോണിൽ നോക്കുക, അല്ലെങ്കിൽ പറയുന്ന കേൾക്ക്. പറയുന്നില്ല എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇല്ലേ ഉലകൻ സാറ്? ഇല്ലേ മാം? അതെ യെസ് അതെ. യെസ് യെസ് മാഡം. യെസ് മാം. ചെറിയ പിള്ളവരാണേലും വലിയവരാണേലും ആരായാലും പറയുമ്പോൾ ശ്രദ്ധിക്കാതെ ഫോൺ നോക്കുന്ന ഒരുപാട് അവസ്ഥ നമ്മൾ തരണം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കൈ കൊണ്ട് എഴുതാറില്ല, എല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ ആകുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് അത് നോക്കി അക്ഷരങ്ങൾ അടിക്കുന്നു എന്നല്ലാതെ നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിയാണോ റോയ് സാറെ? വളരെ ശരിയാണ് മാഡം. നമ്മൾ കൈകൊണ്ട് ഇപ്പൊ എഴുതാറില്ല. കൈകൊണ്ട് എഴുതുന്നത് ഒത്തിരി നല്ലതാണ്. ഈ നമ്മൾ അക്ഷരങ്ങളെ നോക്കി ടൈപ്പ് ചെയ്യുക, നമ്മൾ അതിനെ ചിന്തിക്കുന്നില്ല, വാക്കുകൾ പോലും ഏതാണെന്ന് നമ്മൾ അറിയുന്നില്ല. പവർ ഓഫ് സൈലൻസ്. സൈലൻസ് റെസ്റ്റോഴ്സ് ഫോക്കസ്. സൈലന്റ് ആയി ഇരുന്നാൽ നമുക്ക് ഫോക്കസ് കൂടുതൽ ഉണ്ടാവും. ബോർഡം ഫ്യൂവൽസ് ക്രിയേറ്റിവിറ്റി. സൈലൻസ് ആണ് ന്യൂറോൺസിനെ ഹീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിയേറ്റിവിറ്റി, ബോർഡം ഉണ്ടാകുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ഈ ഒരു കോട്ട് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ മനുഷ്യന്റെയാണ്. പേര് ബ്ലൈസ് പാസ്കൽ. All of humanity's problems stem from man's inability to sit quietly in a room alone. ശരിയല്ലേ സാറേ? ശരിയാണ് മാഡം. 17-ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതാണ്. അത് ഇപ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആവശ്യം വന്നത്. ശരിയല്ലേ? ശരിയാണ്. അക്കാലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. അല്ല, അക്കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഫോൺ ഇല്ലാത്ത ഒരു കാലത്താണല്ലോ. നമ്മളെ മെഡിറ്റേഷൻ തന്നെ അല്ലേ? നമ്മളെ മെഡിറ്റേഷൻ ഋഷിമാരൊക്കെ പറഞ്ഞ മെഡിറ്റേഷൻ ഇതിന്റെ ഒരു ഭാഗമല്ലേ? അതെ മാം. ഇത് വേറെ രീതിയിൽ പറഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? ഈ ചിത്രം കണ്ടിട്ട് എന്താ സാറേ തോന്നുന്നത് മാം? ക്രിയേറ്റിവിറ്റി. കുട്ടികളെ ശാന്തരാക്കാൻ നമ്മൾ നേരത്തെ ഫോണാ കൊടുത്തത്. ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കളിക്കുവാണെങ്കിൽ അവർക്ക് ഫോൺ വേണ്ട. കുറച്ചൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കളിച്ചാൽ പിന്നെ അവർ സ്വന്തം ചെയ്തോളൂ. ടീച്ചിങ് ചിൽഡ്രൻ ബെറ്റർ. ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ.
എൻകറേജ് പ്ലേ, മോഡൽ ഡിസിപ്ലിൻ. അപ്പം നമുക്ക് ശരിയായ കളികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാം. അപ്പം ഇമോഷണൽ ലിറ്ററസി വർദ്ധിക്കും, കുട്ടികളുടെ ഇമോഷണൽ ലിറ്ററസി വർദ്ധിക്കും, EQ IQ ഒക്കെ കൂടും. കുട്ടികൾക്ക് സമയം കൊടുക്കണം, സ്ക്രീൻ അല്ല കൊടുക്കേണ്ടത്. ഇത് നോക്ക്, ഇതിൻ്റെ അകത്ത് ഞാനൊന്നും പറയണ്ടല്ലോ. ഇങ്ങനെ ഇപ്പോഴും ആകാം നമുക്ക്. കുട്ടികൾക്ക് ഇത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പോഴും നമുക്ക് കൊടുക്കാം. ഡിജിറ്റൽ ഡിസിപ്ലിൻ, ഡിസൈഡ് യൂസേജ്. നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അത് ആ തീരുമാനത്തിൽ ഡോണ്ട് ഡ്രിഫ്റ്റ് ഫ്രം ദാറ്റ് തീരുമാനത്തിൽ നിന്ന് മാറരുത്. ഒരു തീരുമാനം എടുക്കണം, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഫോൺ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നോക്കുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറരുത്. യൂസ് ടെക് ആസ് ടൂൾ. ഇതൊരു ടൂളായിട്ട് ഉപയോഗിക്കുക, മാസ്റ്ററായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം ഇത് നമ്മുടെ മാസ്റ്ററാണ് അല്ലേ? ശരിയല്ലേ മാം? യെസ് മാം. അവോയ്ഡ് മൈൻഡ്ലെസ് സ്ക്രോളിങ്. നമ്മൾ വെറുതെ ചിലപ്പോൾ നമ്മൾ ഈ പിന്നെ ഓൺലൈനിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഈ ഷോപ്പിങ്ങിനൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങൂല എന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാലും നമ്മൾ നിർത്തിക്കളയാന്ന് വിചാരിച്ചാൽ നിൽക്കൂല. പിന്നെയും നമ്മൾ വെറുതെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അത് സമ്മതിക്കൂല. ആര്? നമ്മുടെ ഇന്നറിയുന്ന നിർബന്ധിക്കല്ലേ നോക്കാൻ. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്. അതൊരു മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്. അത് ഒരാവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്നതാണ്. അനിയന്ത്രിതം ഏഹ് അനിയന്ത്രിതമാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ആയിപ്പോകുന്ന ഒരവസ്ഥയിലാണ്. അത്യാവശ്യം എവിടെയെങ്കിലും പോകാനുണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പോകാനുണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഒന്നോടെ നോക്കാം ഒന്നോടെ തോണ്ടും. അത് അങ്ങനെ ആയി പോവുക. അതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അത് റോഡിലേക്കുള്ള പോക്കാണത്. ഒരു സന്യാസിയോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഹൗ ഹീ സ്റ്റേസ് പീസ്ഫുൾ. എങ്ങനെയാണ് ഇത്ര പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അപ്പൊ സന്യാസി പറഞ്ഞ ഉത്തരം, ഐ ഡിസൈഡ് വേർ മൈ മൈൻഡ് റെസ്റ്റ്. എൻ്റെ മനസ്സിനെ എവിടെ നിർത്തണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കുന്നിടത്ത് എൻ്റെ മനസ്സ് നിൽക്കും. ഇന്ന് നമ്മുടെ മനസ്സിന് വിശ്രമമുണ്ടോ? ഉണ്ടോ സാറേ? നോട്ടിഫിക്കേഷൻ വരുന്നു, റീല് കാണുന്നു, അടുത്ത ഉത്തേജനം വരുന്നു. സാറ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മുടെ സമാധാനം കുറയാണ്. റെസ്റ്റ് ഉറങ്ങൽ മാത്രമല്ല, പിന്നെയോ മനസ്സ് ഒരിടത്ത് നിൽക്കാൻ പഠിക്കലാണ് റെസ്റ്റ്. പീസ് കംസ് വെൻ ദ മൈൻഡ് ലേൺസ് ടു റെസ്റ്റ്. നമ്മൾ പുറത്തുനിന്നല്ല നമുക്ക് സമാധാനം കിട്ടേണ്ടത്, പുറത്തെ സൈലൻസ് എന്നല്ല. പുറത്ത് ഭയങ്കര ഒച്ചയായതുകൊണ്ട് നമുക്ക് സമാധാനം ഇല്ല എന്ന് പറയില്ലേ നമ്മള്, അല്ലേ? അപ്പടി ഒച്ച കാരണം ഒരു സമാധാനം ഇല്ല. സമാധാനം പുറത്തുള്ള സൈലൻസ് എന്നല്ല നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ ഉള്ളിലെ സൈലൻസ് എന്നാണ് നമുക്ക് സമാധാനം കിട്ടേണ്ടത്. മനസ്സ് വിശ്രമിക്കാൻ പഠിക്കുമ്പോൾ ബ്രെയിൻ റോട്ട് പിന്നോട്ട് പോകും. ഓക്കെ, key takeaways: brain rot is reversible, awareness is power, depth is choice. നമുക്ക് ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ തിരഞ്ഞെടുത്ത ജീവിതമാണ് നമ്മളെ രൂപപ്പെടുത്തുക. നമുക്ക് ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. ഇപ്പൊ നമുക്ക് അവയർനെസ് ആയില്ലേ മാം? അവയർനെസ് കിട്ടിയില്ലേ? കിട്ടി. കഴിഞ്ഞില്ല. ഒരു അറ്റൻഷൻ ടെസ്റ്റ് ആണ്. ഈ വാക്കുകളെ മുഴുവൻ നോക്കുക. ലുക്ക് അറ്റ് ദ വേർഡ്സ് കെയർഫുള്ളി. യു ഹാവ് 10 seconds. അതെല്ലാം നോക്കിയിട്ട് കണ്ണടച്ചു പിടിക്കുക. എന്നിട്ട് എത്ര എണ്ണം ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. സ്വയം നോക്കിയാൽ മതി. 10 സെക്കൻഡേ നോക്കാവുള്ളൂ. കണ്ണടച്ചിട്ട് തുറന്നിട്ട് എത്ര എണ്ണം ഓർക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. അപ്പൊ ഞാനിത് മറക്കേണ്ടി വരും അല്ലേ?
പോയി. മറക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അത് ചെയ്തപ്പോൾ ശരിയായി. എത്ര എണ്ണം ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയോ സാർ? ഒരു 6 എണ്ണം റോഡ്, ഞാൻ ഓർമ്മിച്ചെടുത്തു. പറയണമെന്നില്ല സാർ. റിവർ പെട്ടെന്ന് വേണം. ഇനി ഒന്ന് നോക്കിയാട്ടെ, നിങ്ങൾ ഓർത്തതും ഇതുമായിട്ടൊന്ന് നോക്കിക്കോ. ശരിയായോ? അത് സ്വയം നോക്കിയാൽ മതി. ബുക്ക്, ടീച്ചർ, ക്ലോക്ക്, ചെയർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അറ്റൻഷൻ ടെസ്റ്റ്. ലുക്ക് ഇറ്റ് കെയർഫുള്ളി ഫോർ 8 seconds. Close your eyes. What was the last number? അവയെ പറയാൻ പറ്റും. പറയാൻ പറ്റത്തില്ലേ? ലാസ്റ്റ് നമ്പർ പറയാം. ശരിയല്ലേ? ഇനി ഒരു വീഡിയോ ആണ്, ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണേ. നല്ലൊരു വീഡിയോ. The more you stay home, the less you want to leave. And the more you sit, the quicker you get old. You think you are resting, but you are actually poisoning your body. Your blood slows down. Your heart forgets how to pump. The weight creeps on, not just on your waist, but on your joints and your spirit. In Sardinia, we don't have a word for gym because life is movement. But today, I see you young people stuck in boxes. When you stay inside, your body starts to eat itself. Your muscles get weak, your sugar spikes, and your brain gets foggy. Psychology calls it mental rumination, but I call it rotting in the shade. You worry about the future because you are not living in the present. Even a short walk feels like a mountain. But it is not because you are lazy, it is because you are rusty. But listen to your nonna. You don't need to feel energetic to go outside. You need to go outside to get energy. Fresh air cleans the lungs. Sunlight fixes the sleep. Walking heals the heart. Healing doesn't happen on the sofa. It happens on your feet. We live to 100 here, not because we rest, but because we move. So put on your shoes. The world is waiting. Comment ready if you are ready to live again, and follow me for more Sardinian health tips. വെരി ഗുഡ്. The more you അത് നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് ഇതിനുമായിട്ട് ഒരു ബന്ധം തോന്നിയത് കൊണ്ട് ഇട്ടതാണ്. നമ്മുടെ പിന്നെ ഓർമ്മ അല്ലെങ്കിൽ ശ്രദ്ധ നമുക്ക് ചെതറിപ്പോയാൽ ഓർമ്മയും ചെതറിപ്പോയി. ശരിയല്ലേ? നമുക്ക് ശ്രദ്ധ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പം അറ്റൻഷൻ എന്ന് പറയുന്നത് ഗേറ്റ് ആണെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഗേറ്റ് വീക്കായാൽ സ്റ്റോറേജും വീക്കാവും. ശരിയാണോ? ശരിയാണ്. അപ്പം ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ. എന്തിനാ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്? വെള്ളം ഒഴിക്കാതിരുന്നാൽ അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർമ്മയ്ക്ക് ശ്രദ്ധ വേണം. ഇതൊരു വിസ്ഡം ഓഫ് മോഡറേഷൻ വേഴ്സസ് ഡിജിറ്റൽ ഫാറ്റിംഗ്. ഇതൊരു പഴയ ഉപശീർഷകം. പുരാതന വിവേകവും ആധുനിക അമിതബോധവും. പ്രമാണം എവിടുന്നാന്ന് വെച്ചാൽ മുഴുവൻ കാണാൻ പറ്റുന്നില്ല. ദേഹവാക് ചേതസാം ചേഷ്ട പ്രാക്ഷമാ വിനിവർത്തതേത്. അതിൻ്റെ മീനിങ് മനസ്സ്, വാക്ക്, പ്രവൃത്തി അത് നമ്മൾ നിയന്ത്രിക്കണം. നമുക്ക് വല്ലാതെ നമ്മൾ എക്സോസ്റ്റഡ് ആകുന്നവരെ നമ്മൾ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ക്ഷീണം വരുമ്പോൾ നമ്മൾ പ്രവൃത്തി നിർത്തണം, ഏത് പ്രവൃത്തി ആയാലും. ഈ ബ്രെയിൻ റോട്ട് വീഡിയോകൾ തലച്ചോറിനെ വിശ്രമിക്കാൻ അനുവദിക്കുകയില്ല. മസ്തിഷ്കത്തിന് വിശ്രമമില്ലാത്ത തളർച്ച ഉണ്ടാക്കും. നമ്മുടെ ബോധമണ്ഡലം അഴുകി പോകാതിരിക്കാൻ കൃത്യസമയത്ത് ഡിജിറ്റൽ ലോകത്ത് നിന്ന് പിൻവാങ്ങാൻ നമ്മൾ പഠിക്കണം. ഈ പിന്നെ കവിത അല്ല, ഈ വേഴ്സ്
അഷ്ടാംഗ ഹൃദയത്തിൽ വാഗ്ഭടൻ എഴുതിയതാണ്. സൂത്രസ്തന 2:25. അപ്പൊ എത്ര കാലം മുമ്പേ എഴുതിയതാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടി ഈ ചെയ്ത പോലെ ഇല്ലേ, വാഗ്ഭടൻ പഠിപ്പിച്ചതാണ്. ഒന്നേ നോക്കി കണ്ടു ഇന്നത്തെ അവസ്ഥ. ആ അല്ല, ഇന്നത്തെ അവസ്ഥയിൽ അന്നായാലും നമ്മള് പിന്നെ ചില ആളുകളില്ലേ, എത്ര ക്ഷീണിച്ചാൽ ഈ പണി മുഴുവൻ തീർത്തിട്ടേ നിർത്തൂ എന്നുള്ള മട്ടിലുള്ള ആളുകളില്ലേ, അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കും ഇതൊന്നും ആലോചന ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ബോധമണ്ഡലം അഴുകി പോകാതിരിക്കാൻ കൃത്യസമയത്ത് ഡിജിറ്റൽ ലോകത്തുനിന്ന് നമ്മൾ മാറിയേ ഒക്കൂ. ഇതാണ് പഴയ കാലത്തെ നമ്മുടെ വാഗ്ഭടന്റെ പുസ്തകവും ഇപ്പോഴത്തെ ഡിജിറ്റൽ ലോകം. പഠിക്കുന്ന സാധനം വല്ലതും കൊടുക്ക്. ഇത് മൊബൈല് പൊട്ട മൊബൈൽ വേണി മേടിച്ചു കൊടുക്കും പറ്റിയിട്ട്. നല്ല ഇതാ എന്നെ ജോർജ് സാറേ ആ പോട്ടെ. അല്ല, അത് ശരിയാണ്. ഈ പഴയ സംസ്കൃതം മൊബൈല് ബുക്കുകളൊക്കെ ഇപ്പൊ വായിക്കാൻ പറ്റും. അതാ പ്രൊട്ടക്റ്റ് യുവർ സെറ്റാസ്, പ്രാക്ടീസ് വിനിവർത്തത. നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക, ഇടവേളകൾ ശീലമാക്കുക. നമ്മുടെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഒന്നോർക്കാം, ബ്രെയിൻ റോട്ട് എന്നത് വെറും ഒരു തമാശയല്ല, അത് നമ്മുടെ ശ്രദ്ധയെ നശിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മുടെ പൂർവികർ പഠിപ്പിച്ചതുപോലെ ആധുനിക ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് എപ്പോൾ പിൻവാങ്ങണം, വിനിവർത്തയേത് എന്ന് നാം അറിഞ്ഞിരിക്കണം. വരും തലമുറയ്ക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയ പാഠം മനസ്സിന്റെ ഈ ശാന്തതയാണ്. നന്ദി. നമുക്ക് ഈ ഗ്രാമഫോൺ പാട്ടൊക്കെ കേൾക്കാം. ഓക്കെ, അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. ഇനി എങ്ങനെ ഒന്ന് റീവയർ ചെയ്യും, അതാണ് ഒരു പ്രശ്നം അല്ലേ. റിവയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്നതല്ല ഇതുപോലെ ആവശ്യമില്ലാത്തതാണ് പലതും. പക്ഷെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതിങ്ങനെ ഒരു ചെയിനാണ്. നമ്മൾ കാണുന്ന സാധനങ്ങളല്ല, വേറെ ഒരു കുറച്ച് സാധനങ്ങളുണ്ട് സാർ. ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഈ മെമേ വാക്കുകളില്ലേ, സ്കിബിഡി അങ്ങനത്തെ ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് അവർ വർത്താനം പറയുന്നത്. ഈ കുട്ടികൾ അത് കണ്ടാൽ പിന്നെ നിൽക്കൂല. അത് വളരെ സ്പീഡിലാണ് ഓരോന്ന് മാറി മാറി. അതാണ് ഈ പിള്ളേരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. സമയം പ്രശ്നമാണെങ്കിലും നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത് നമ്മൾ നിയന്ത്രിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അല്ല, എന്നാലും വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. പലതും ഫേക്കാണ്, പ്രയോജനകരമല്ല. കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ ഫീൽ ചെയ്തുവെങ്കിലും അതൊന്നും പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അമൃതജ്യോതി മാം തുടങ്ങിക്കോ. അൺമ്യൂട്ട് ആവുന്നില്ല. അൺമ്യൂട്ട് ആയില്ല. മ്യൂട്ടാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാബ് സാർ, താങ്ക് യു അമന ടീച്ചർ. അതായത് ഇന്ന് ടീച്ചർ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന അന്ന് രാവിലത്തെ ന്യൂസിൽ 3 കുട്ടികൾ മരിച്ചത്. അതായത് കൊറിയൻ പരിപാടി കൊറിയൻ ഗെയിം കാണാൻ അനുവദിക്കാത്തതിന് 3 കുട്ടികൾ ചാടി മരിച്ചു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ചെയ്തത് ശരിക്കും മാം പറഞ്ഞതിന്റെ ശരിക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. കറക്റ്റ് ആണ്. 3 കുട്ടികളെന്നല്ല, ഒരേ വീട്ടിലെ കുട്ടികൾ. ഒരേ വീട്ടിലെ കുട്ടികൾ, സഹോദരങ്ങള്. എന്റെ ഈശ്വര, എന്തൊരു ട്രാജഡി എന്നാ പറയേണ്ടത്, വാക്കുകളില്ല. അതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് സാറ്. അത് ഇത് തന്നെയാണോ നമുക്കറിയില്ല. പലതും വായിച്ചിട്ട് നമുക്ക് ദഹിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു മിസ്മാച്ച് ആവുന്നുണ്ട്. അതൊക്കെ സാവധാനത്തിൽ കണ്ടുപിടിക്കേണ്ടി വരും. അത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകാത്ത കുറെ കാലമായി, അങ്ങനെയും കണ്ടു. അപ്പൊ എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ദുരന്തം ഭീകരാണ്. അല്ല, ഇത് ശരിക്കും പാരന്റ്സ് തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ. പാരന്റ്സ് ഈ പറഞ്ഞ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്ന ശീലം. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന കുട്ടികളൊക്കെ പറയുന്നത് എന്താണെങ്കിൽ അവർ ചെറുപ്പത്തിലേ കാണുന്നത് അവരെ പാരന്റ്സ് മൊബൈൽ കൊണ്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ അതിൽ വരുന്നത്. അപ്പൊ ശരിക്കും എവിടെയാണ് തുടങ്ങേണ്ടതെന്നുള്ളത് ശരിക്ക്
റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അല്ലാണ്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. ആദ്യം പാരന്റ്സ് റോൾ മോഡൽ ആയിരിക്കണം. പിന്നെ മാം പറഞ്ഞ ശരിയാണ്, ഇമാജിനേഷൻ പവർ ഒക്കെ കുറഞ്ഞ് നമ്മളതൊക്കെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. പണ്ടൊക്കെ വായിച്ച് ഇമാജിനേഷൻ ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നശിച്ച് ഇതായിട്ടുണ്ട്. ശരിക്കും അത് നമ്മൾ തന്നെ സ്വയം, സാറ് പറഞ്ഞ മാതിരി നമ്മൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കണം. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തത്. താങ്ക് യു. ഓക്കെ, വേണുഗോപാൽ സാർ. ജിജ്ഞാസ നല്ലതാണ്. പക്ഷേ ജിജ്ഞാസ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പം ജിജ്ഞാസ എന്ന് പറയുന്നത് വീഡിയോ കാണുന്ന അവസരത്തിൽ നമ്മൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യണം, അറിയാൻ ആഗ്രഹമുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വിഷമം തോന്നുക. കാരണം അത് അത്രയും നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. ഉടനെ അടുത്ത വീഡിയോ കാണുന്നു. വീഡിയോ കാണുമ്പോൾ അപ്പോഴും ജിജ്ഞാസയാണ്, അതിനറിയാനുള്ള ആഗ്രഹം. പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ അനാവശ്യമല്ലേ. എന്നിരുന്നാലും വീണ്ടും വീണ്ടും ഈ വീഡിയോസ് കാണാനുള്ള ഒരു തോന്നും. അത് മാഡം പറഞ്ഞിരിക്കുന്ന ബ്രെയിൻ റോട്ടിന്റെ സ്വാധീനം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരു മെച്ചവും ഒരു ഗുണവും ഉണ്ടാവുന്നില്ല ഈ വീഡിയോ കണ്ടതിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒഴിവാക്കി തുടങ്ങി. പിന്നെ ചിലത് എനിക്കറിയാം, ഇന്നേ വീഡിയോ ഇന്നേ ഉദ്ദേശിച്ചാണെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ മാത്രം ആ വീഡിയോ കാണും. പിന്നെ കണ്ടമാനം വീഡിയോ കാണുന്നത് നിർത്താൻ കാരണം ഒന്നതാണ് കാരണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കൂടുതൽ ജിജ്ഞാസയെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ മൊബൈലിൽ നിന്ന് മാറിയിട്ട് വായനയിലേക്ക് കേന്ദ്രീകരിക്കുക. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് പ്രയോജനം ഉണ്ടാകും. അതുമാത്രമല്ല, വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ണിന് ദോഷം ചെയ്യുന്നില്ല വായന കൊണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേത് കോൺസെൻട്രേഷൻ ഒരു ഭാഗത്ത് തന്നെ കേന്ദ്രീകരിക്കുകയാണ് വീഡിയോ കാണുമ്പോൾ. മറ്റേത് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ദോഷം ചെയ്യില്ല വായനയിൽ കൂടി. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പുതിയ നമ്മളിൽ ഉണ്ടാകുന്ന ജിജ്ഞാസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നോളജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഏതായാലും നല്ലൊരു സബ്ജക്റ്റാണ് മോഹന മാഡം ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. താങ്ക് യു മോഹന മാഡം. ജോർജ് സാർ. താങ്ക് യു സർ. ഹായ് പവന മാം. പതിവ് പോലെ ഇന്നും വളരെ എന്തൊരു അന്വേഷണമായിരുന്നു ഈ ഒരു വിഷയം കണ്ടുപിടിക്കാൻ വേണ്ടി. ആപ്റ്റാണ്, കാലത്തിനൊത്തത്, സമയത്തിന് പറ്റിയത്. ഇത് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും വാസ്തവത്തിൽ ഇതിൽ പെട്ടുകിടക്കുന്നവർ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അവയർനെസ് പൂർണ്ണാർത്ഥത്തിലും നന്നായിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു തിരിച്ചുപോക്ക് കഴിയാത്ത വിധത്തിൽ നമ്മളൊക്കെ അങ്ങ് പോയില്ലേ. പണ്ട് നോക്കിയിരുന്നായിരുന്നു ഒത്തിരി ഒഴിവാക്കി. 10,000 മെസ്സേജൊക്കെയാണ് ചിലപ്പോൾ വാട്സാപ്പിൽ കാണുന്നത്. 100 എണ്ണം പോലും നമ്മൾ നോക്കുന്നുണ്ടാവില്ല. ബാക്കി 900 അടിച്ചു പോവുകയാണ്. എന്നോ വന്നു, എപ്പോഴോ വന്നു. എല്ലാം ഉപേക്ഷിക്കണമെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ അവരൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോയി എന്ന് ആർക്കെങ്കിലും തോന്നി വിഷമം തോന്നണമെന്ന് എഴുതിയിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് തോണ്ടണമെന്ന് എഴുതി നമ്മൾ അത്യാവശ്യത്തിന് ഏതെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി നോക്കിയിട്ടോ, പിന്നെ അതിൽ നിന്ന് ഈ സ്ക്രീനൊന്നും മാറിയിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? വലിയ ഗതികേടിലാണ് ചില നേരങ്ങളിൽ. അത് രക്ഷയില്ല. അങ്ങനെ പെട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. എന്താ മോചനം അറിയാം. ഹൈടെക് ടീമിനൊക്കെ എല്ലാ പരസ്യങ്ങളും ഒഴിവാക്കാനും ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണ് പല നേരങ്ങളിലും. ഞാൻ ചിലപ്പോഴൊക്കെ മക്കളെ വിളിക്കും, മക്കളെ എന്നെ ചെയ്യണേ, ഇനി ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള അവസ്ഥ വരെ വരും. എന്തായാലും വളരെ പ്രസക്തമാണ്. ഇനിയും നമ്മൾ ഒന്നേന്ന് തുടങ്ങാനുള്ള കാലവും സമയമുണ്ട് എന്ന് കരുതി തുടങ്ങാം. അല്ല അപ്പോൾ എന്താ ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു. റോയ് സാർ. ഇതിന്റെ ഈ ബ്രെയിൻ റോട്ട് എന്ന വിഷയത്തിലൂടെ നമ്മുടെ ബ്രെയിനിൽ വരുന്നതായ പരിണാമ ഫലങ്ങളും അതിൻ്റെ തിക്തമായ അനുഭവങ്ങളും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണെങ്കിലും
അതുപോലെ അഡിക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഇതൊന്നും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും സാധിക്കുകയില്ല. ബിഗിനേഴ്സിനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒരു വാണിംഗ് എന്ന നിലയിൽ ചിന്തിക്കാം. പക്ഷേ ഇത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു പാർട്ടിയുടെ മൊബൈൽ ഫോണിന്റെ ചാർജർ കൊണ്ടുപോകാൻ പറ്റില്ല. ഓഫീസിൽ ഇരിക്കുമ്പോഴേ അദ്ദേഹം ഭയങ്കരമായി അസ്വസ്ഥ. ഒന്നും പറയണ്ട, ഉടൻ തന്നെ ഒരാളെ പറഞ്ഞു വിട്ട് ഒരു ചാർജർ വാങ്ങിച്ച് ചാർജ് ചെയ്തതിന് ശേഷമേ ഇരിക്കാൻ പറ്റും. കാരണം എപ്പോഴും ഇത് നമ്മളിലെ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കും, വേറെ ഇവിടെ കാണാനായിട്ട് ആവശ്യം വരും എന്നൊരു ധാരണ വരികയാണ്. പണ്ടൊക്കെ ഇതൊന്നും ഇല്ലായിരുന്ന അവസരത്തിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയായിരുന്നു. ഇപ്പോ ഒന്നും അല്ലെങ്കിൽ എന്തായി, ഒരിടത്ത് പോയി, എന്തായി, അവിടെ ഇപ്പൊ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ചില ആകാംക്ഷാഭരിതമായ ചില ചുറ്റുപാടിലാണ് ഇപ്പൊ നമ്മൾ ജീവിതം. ഒന്ന് വിളിച്ചു നോക്കും, അവൾ പോയിരിക്കില്ലേ എന്താ. ഒന്നാമത് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഒത്തിരി ദുരന്തങ്ങളും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി തോന്നുക. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുവാൻ താമസിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തായി എന്നുള്ള ഒരു ആകാംക്ഷ വരുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നത് വരെയും മൊബൈലിൽ വിളിച്ച് എവിടെയായി എന്തെന്ന് ചോദിക്കുന്ന കാര്യം. പണ്ടൊന്നും നമുക്കിതൊന്നുമില്ല, പോയി കഴിഞ്ഞേച്ച് വൈകുന്നേരം വരും, അതിന് വലിയ ആകാംക്ഷയൊന്നുമില്ലായിരുന്നു. അപ്പോ നമ്മുടെ ബ്രെയിനിൽ വരുന്നതായ ചില രൂപഭേദങ്ങളാണ് ഇതെല്ലാം. പക്ഷേ മാഡം പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് ഇത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെ കുറച്ച് ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെതായ ചില ബലഹീനതകളുണ്ട്. വാട്സപ്പ് ഒക്കെ ഇട്ട് വായിച്ചു നോക്കട്ടെ എന്നൊക്കെ ചോദിക്കും, വേറെ ആരെങ്കിലും അസോസിയേഷൻ മറ്റേ ഇതിൻ്റെ ഒക്കെ ചില ഇതൊക്കെ വരും. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് നോക്കാറേ ഉള്ളൂ. സ്ഥിരം നോക്കാത്തത് കൊണ്ടുള്ള ഒരു നമ്മളെ അവരെല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ വേറെ പല ആൾക്കാരും ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ അത് ജോലി വരെ ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. എനിക്കറിയാം, അത് പറ്റില്ല, അത് വളരെ റെയറായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യസഹജമായ ചില കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും ഈ ഡിജിറ്റൽ ഓവർ കൺസപ്ഷൻ മാഡം പറഞ്ഞതുപോലെ 2024 ഈ കൂടുതൽ ഇതായിരുന്നിരിക്കുന്നു. കോവിഡ് വന്നതിന് ശേഷം കൂടുതൽ ഇത് വന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. കോവിഡ് വന്നതോടുകൂടി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഇതൊരു മസ്റ്റായി വന്നു. ഇതിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ 2024 ആയപ്പോഴത്തേക്കും കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി വന്നിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ കാണുന്നേക്കാളും കൂടുതൽ അവരുടെ ബ്രെയിൻ രൂപപ്പെടുന്നത്, നമ്മളെക്കാളും കൂടുതൽ ബ്രെയിൻ രൂപപ്പെടുന്നത് കുട്ടികളിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കുട്ടികൾ അക്വയർ ചെയ്യുന്നവരെ നമുക്ക് പറ്റുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് ചെറുപ്പം മുതലേ ഇതിൽ കളിച്ചു വന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, മാഡത്തിന്റെ ഇന്നത്തെ ഈ വിഷയം വളരെയധികം ചിന്താവഹമാണ്. ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുറെ കൂടി ഇന്ന് ഡീപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി ലോസിന്റെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്, വളരെ പ്രാക്ടിക്കലാണ്. താങ്ക് യു മാഡം. ഇത്രയും ഇതായിട്ട് മാഡത്തിന് ഇത് വായിച്ചപ്പോൾ തോന്നി, അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഉലകണ്ണൻ സാർ അഡ്മിറ്റ് ചെയ്യും. ഓമന ടീച്ചറെ, ഒത്തിരി സന്തോഷം തോന്നി. വളരെ പ്രസക്തമായ ഒരു വിഷയം വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ടീച്ചറുടെ മഹത്വത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ടീച്ചർ പറയുന്നത്. പക്ഷെ ചിന്തിക്കാൻ ഒരു അവസരവും കിട്ടിയില്ല, വായിച്ചു പോയി. നാളെയും വരും, മറ്റന്നാളും വരും, ലേറ്റസ്റ്റ് ആണ്, അപ്ഡേറ്റ് ആണ്. ഈ വെറ്റില തൂക്കുന്ന പോലെ, വെറ്റിലയിൽ ചുണ്ണാമ്പ് തൂക്കുന്ന പോലെ നമ്മുടെ വിരൽ ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഇങ്ങനെ മാന്തി കൊണ്ട് പോവുകയാണ്. ആ കാഴ്ചകൾ, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മുടെ മക്കളും കണ്ട് നമ്മളെക്കാൾ വേഗത്തിൽ അവരത് ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റിനപ്പുറത്ത് വളരെ വികൃതമായ ഒരു ഇമ്പാക്റ്റ് അവരിലേക്ക് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും ഡോപ്പമൈൻ കൂട്ടുന്ന ഒരവസ്ഥ ഈ സ്ക്രോളിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഡോപ്പമൈൻ അധികമായാലോ അമൃതം വിഷമാവുന്നത് പോലെ
നമ്മുടെ ശാന്തത നഷ്ടപ്പെടുന്നു, നാം അതിൽ അഡിക്റ്റ് ആവുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ടീച്ചർ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒന്നിന് അഡിക്ഷൻ വന്നാൽ പിന്നെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു, യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടീച്ചർ വീണ്ടും പറഞ്ഞത് മൊബൈൽ കുട്ടിയെ ശാന്തനാക്കും, അണ്ടർലൈൻ ശക്തനാക്കുന്നില്ല. നമ്മുടെ മക്കൾ നമുക്ക് ശക്തനായി വളരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശാന്തനാവുന്നതിനേക്കാൾ ശക്തനാവുക. ശാന്തനാകണമെങ്കിൽ മൊബൈൽ മതിയെന്ന് പറയുമ്പോൾ ശക്തനാവാൻ എന്താണ് കൊടുക്കേണ്ടത്? അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത് ശക്തനാവാനായിട്ടുള്ള കാര്യം. പഠനത്തിൽ നിന്ന് അകന്നു പോകുന്നു, മെമ്മറി കുറഞ്ഞു പോകുന്നു, വ്യക്തിയുടെ യഥാർത്ഥ ബോധം തന്നെ നഷ്ടമാകുന്നു എന്ന് വളരെ കൃത്യമായി മാം നമുക്ക് പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരുള്ള ലതമോൾ ഉണ്ടോ? മധുര അനിൽകുമാർ സാർ ഉണ്ടോ? ലതമോൾ പറയാം. ഓക്കെ സാറേ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസമൊക്കെ കയറിയിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല, കുഞ്ഞുമാവ ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ ക്ലാസ് കണ്ടന്റ് റിച്ച്, നന്നായിട്ട് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഈ വസ്തുത കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു, ഒരു സെഷനോട് എടുക്കണം, അത് ഏത് വേണം. ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളിത് പ്രായോഗിക ആക്കുക എന്നുള്ളത് എന്തൊരു പാടാ. പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമുക്കിപ്പോ ഏത് കാര്യവും, അറിയാത്ത ഒരു കാര്യം, മീനിങ് ആട്ടെ, ഒരു എക്സ്പ്ലനേഷൻ ആട്ടെ, എന്തും മൊബൈലിൽ എഐയോട് ചോദിച്ചാൽ കിട്ടും. സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ആവശ്യത്തിന് ഇത് അഡിഷനായി പോവുക. ഒഴിവാക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഫുൾ ആയിട്ട് ഇത്ര സമയം ഞാൻ നോക്കൂ, ആ സമയത്തിനുള്ളിൽ വേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം എന്നൊരു ദൃഢനിശ്ചയം എടുക്കാൻ പറ്റുന്നു എങ്കിൽ അത് എഫക്റ്റീവാണ്. അതർവൈസ് ഇതെല്ലാം ബുദ്ധിമുട്ടാകുന്നതാണ്. AI യുഗത്തിലേക്ക് പോകുമ്പോഴത്തെ അവസ്ഥ ഇതാണ്. പിന്നെ മുക്കിന് ടവറുകൾ, ഈ മൊബൈലെല്ലാം കൊച്ചു പിച്ചടച്ച് തലക്കി വെച്ചോണ്ടാണ് മൊബൈല്. വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ അടുത്തുള്ള ആള് വീട്ടിലുള്ളവരെ വിളിക്കുന്നത് പോലും മേളിൽ നിന്ന് താഴോട്ടും, ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിൽ നിന്ന്, ഒരു ബെഡേ തന്നെ ചിലപ്പം ഫോൺ വിളിക്കുന്നതാ എളുപ്പം നടക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. ടീച്ചർ എടുത്തത് വളരെ ആനുകാലിക പ്രസക്തമായ വിഷയം, ഭംഗിയായിരുന്നു. ഒരു തിരിഞ്ഞൊരു ചിന്തനത്തിനുള്ള ഒരു വിഷയമാണ് 100%. താങ്ക് യു സാബു സാർ ആൻഡ് ഡോമിന ടീച്ചർ ആൻഡ് ഓൾ. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു മാം. ഇനി ആരുള്ള? അനിൽകുമാർ സാർ പറയട്ടെ പറയൂ. സാർ, ഇന്നത്തെ ക്ലാസ്, ഓമന ടീച്ചറിൻ്റെ ക്ലാസ് നമ്മൾ പറയുകയാണ്, വളരെ അടിപൊളി ക്ലാസ്. നമ്മളെയൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാൻ പറ്റുന്നു. നമ്മുടെ ഈ ലക്ഷ്യം അവർക്ക് ഇതിലെത്തിച്ചേരാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു ഇതാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. അത് അവരുടെ ആരോഗ്യകാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഏത് കാര്യവും ഇപ്പം സമയം കിട്ടുന്നില്ല. ഈ മൊബൈലിനകത്തുള്ള പരിപാടിയൊക്കെ ചെയ്ത് അവരെല്ലാം മാറ്റി വെക്കുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പിന്നെ അങ്ങനെ അത് പഠിത്തത്തെയും ബാധിക്കും. ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവും ആയിട്ടുള്ള ഒരു ചിന്താഗതികൾ കുട്ടികൾക്ക് ഇല്ലാതെ വരികയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് വായിക്കാൻ പോലും അറിയത്തില്ല. കഴിഞ്ഞ ഇടയ്ക്ക് നോക്കി, കുറേ ചെറുപ്പക്കാരിൽ നിന്ന് കൂടി അവർക്ക് കളിയോ തമാശകളോ ഒന്നുമില്ല. എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. ഈ മൊബൈൽ നോക്കി അവർക്ക് രസം. അവരുടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ നോക്കുക, ഒരു തമാശ പറയുമോ, പണ്ട് സിനിമ കാണുന്ന കാര്യങ്ങൾ പറയുമോ എന്നുള്ള കാര്യങ്ങളില്ല. പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്രായത്തിലാകുമ്പോൾ വൈകിട്ട് വന്ന് കാപ്പിക്കുടി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിന്താഗതി, ഉടനെ പോകണം, പന്ത് കളിക്കാൻ പോകണം, ഫുട്ബോൾ കളിക്കണം, കളിത്തട്ടിൽ പങ്കെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി. അത് മനസ്സിനും അത് നമ്മുടെ ശരീരത്തിനും
വളരെ ഉന്മേഷവും കരുത്തും ശക്തിയും തരുന്നതായിരുന്നു. ഇപ്പം അങ്ങനെയുണ്ടോ? കുട്ടികൾ വന്ന ഉടനെ മൊബൈൽ എടുക്കുക, ഒന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇന്ന് രാവിലത്തെ പേപ്പർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് പോട്ടെ, ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ മൊബൈലിലല്ല, കൂടുതലും ടി വിയിലെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് ചേട്ടത്തിയും അനുജത്തിയും തമ്മിൽ നോക്കി തർക്കമുണ്ടായി. ഒരു സിസ്റ്റർ അതിൻ്റെ ചേട്ടത്തിയോ അനിയത്തിയോ അതിനെ നശിപ്പിച്ചു, കൊന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പോക്ക് എങ്ങനെയാണ്? ഇത് വളരെ മാരകമായിട്ടുള്ളൊരു പോക്കാണ്. അത് ആത്മഹത്യയിലേക്ക് തന്നെ നയിക്കുന്നു. അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ വരുന്നു. എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നീട്ടി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളിൽ എത്താൻ സാധിക്കില്ല. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും. അങ്ങനെ ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ച ഓമന ടീച്ചറിനെ വളരെയധികം പ്രശംസിക്കുകയാണ്. നല്ലൊരു ക്ലാസ് ടീച്ചർ. ഏത് വിഷയമായാലും ടോപ്പിക്കായാലും പുതിയ ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ ഓമന ടീച്ചർ വരുന്നത്. ആ ടീച്ചറിൻ്റെ ആ കഴിവിനെ, ടീച്ചറിൻ്റെ ആ ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള കഴിവിനെ ഞാനിവിടെ നമ്മൾ പുള്ളിയെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു വേദിയൊക്കെ നമുക്ക് ഉണ്ടാക്കി നമ്മളെ ഇത്രയും പ്രബുദ്ധരാക്കാൻ സഹായിക്കുന്ന നമ്മുടെ സാഹു സാറിനെ ഓർക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ഓക്കെ സാർ, താങ്ക് യു. ശുദ്ധോധന ഡോക്ടർ ഉണ്ടോ? രമാദേവി മാം, വത്സല മാം? ഞാൻ പറയാം സാറേ. പറയും. ബാബു സാറിനും ഇന്ന് ബ്രെയിൻ റോട്ടിനെ പറ്റി ക്ലാസ് എടുത്ത ഓമന ടീച്ചറിനും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പതിവ് പോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഓമന ടീച്ചറിന്റെ ക്ലാസ്. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബ്രെയിൻ റോട്ട് എന്താണെന്നും ഡിജിറ്റൽ ഓവർലോഡിന് മുമ്പ് നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നെന്നും, അത് വന്നു കഴിഞ്ഞ് ബ്രെയിൻ റോട്ട് വന്നു കഴിഞ്ഞ് ബ്രെയിനിന്റെ മാൽ ഫംഗ്ഷനെ പറ്റിയൊക്കെ ടീച്ചർ നന്നായിട്ട് പറഞ്ഞത്. അതുപോലെ മാൽ ഫംഗ്ഷൻ, ഡോപ്പമിൻ ട്രാപ്പ്, പിന്നെ ഒക്കെ അറ്റൻഷൻ സ്പാൻ്റെ ശൃംഗേജ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്, അതിന്റെ മാൽ ഫംഗ്ഷൻ വരുന്നതാണ്. പിന്നെ ബ്രെയിൻ റോട്ട് ഡെയിലി ലൈഫിൽ കുട്ടികളെ മുതിർന്നവരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിന്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണെന്നും, അത് ഒരു ഹോപ്പും കൂടെ വിളിച്ചിരുന്നു. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി വഴി അത് ഓവർകം ചെയ്യാമെന്നും ടീച്ചർ പറഞ്ഞു. ഇത് മാറ്റാനുള്ള സിമ്പിൾ ഡെയിലി റെമഡീസിനെ പറ്റിയും വിശദീകരിച്ചു. ചുരുക്കത്തിൽ നമ്മുടെ മനസ്സ് എവിടെ നിൽക്കണമെന്നും നമ്മൾ തന്നെ തീരുമാനിക്കുക. ഇടവേളകൾ ശീലമാക്കി നമ്മുടെ മനസ്സിനെയും ബ്രെയിനെയും സംരക്ഷിച്ച് നമ്മുടെ ഒബ്സർവേഷൻ പവർ ഒക്കെ കൂട്ടാൻ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ക്ഷമ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ബ്രെയിനെ റോട്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റും. നന്ദി ഓമന ടീച്ചർ, നന്ദി സബു സാർ. ഓക്കെ, ശുദ്ധോധന ഡോക്ടർ ഉണ്ടോ? ഹരി? ഓക്കെ, അപ്പം നമ്മുടെ ടീച്ചർ താങ്ക് യു. രാജു ദിലീപ് സാറുണ്ടോ? ആരായിരുന്നു? രാജു ദിലീപ് സാറിനെ കാണുന്നു. രാജ് സാർ വരുന്നില്ലല്ലോ. രാജ് സാർ, ജോർജ് തോമസ് സാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും. മധുരാജ് ഇല്ല. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പം ബ്രെയിൻ റോട്ട് നമുക്ക് എങ്ങനെ ദൂരീകരിക്കാം അത് ശ്രദ്ധിക്കാം, അല്ലേ? അതാണ് നമ്മളുടെ കൺസേൺ. നെക്സ്റ്റ് ക്ലാസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആകുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ. ബ്രെയിനിനെ റീവയർ ചെയ്യാൻ എന്താണ് മാർഗം എന്നും കൂടെ അന്വേഷിക്കാം, അല്ലേ? ഞാൻ അതായിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോ ഇത് ആദ്യം പറയണം. ഓക്കെ, അപ്പം Okay, sir. താങ്ക് യു. Good night. See you and good night.